ഹലോ, മിർഷാദ് വി സി വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിഷയം രേണുസുതി വീടുമായിട്ട് സംബന്ധിച്ച വിഷയം തന്നെയാണ്. അപ്പോൾ ഇന്നലെ നമ്മളിട്ട വീഡിയോയിൽ ഫിറോസ് ഖാൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ചും അതിൽ ഫിറോസ് ഖാൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അതിനൊരു മറുപടി വേറൊരു ഇൻ്റർവ്യൂവിൽ രേണുസുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് പറഞ്ഞത് നോക്കാം. പിന്നെ അതുപോലെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പ്, അതായത് ഈ സ്ഥലം കൊടുത്ത രേണുസുതിയുടെ മക്കൾക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ബിഷപ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് പറഞ്ഞത് നോക്കാം നമുക്ക്. പിന്നെ അതുപോലെ വലിയ മോൻ സുധിച്ചേട്ടൻ്റെ വലിയ മോൻ കിച്ചു ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതിനെപ്പറ്റിയും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ബിഷപ്പ് നോബൽ ഫിലിപ്പിന് പറയാനുള്ളത് എന്താന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. ഞാൻ കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് 7 സെന്റ് സ്ഥലം. രാഹുലിനും ഋതുലിനും, കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. അത് ദാനാധാരപ്രകാരമാണ് 7 സെന്റ് സ്ഥലം കൊടുത്തിരിക്കുന്നത്, 2 കുട്ടികൾക്കാണ്. അപ്പോൾ കേട്ടല്ലോ, കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് ഇഷ്ടദാനമായിട്ട് 7 സെന്റ് സ്ഥലം ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന ബിഷപ്പ് എഴുതി കൊടുത്തിട്ടുള്ളത്, ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ സ്വന്തം പേരിലാണ് ആ സ്ഥലവും വീടും ഈ 7 സെന്റ് സ്ഥലവും അതിൽ വെച്ച വീടും. ഓക്കെ, അതിൽ ഈ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട്, ഈ ഫിറോസ് KHDC ഹോം ബിൽഡേഴ്സ് എന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ, അവരാണ് ഈ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് സ്ഥലം നൽകുക മാത്രമാണ് ഈ ബിഷപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വ്യക്തമായ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്, ബിഷപ്പ് തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് കാണാം. അപ്പോൾ അതായത് ഈ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KHDC എന്ന് പറയുന്ന സംഘടന, അത് ഫിറോസ് എന്ന് പറയുന്ന ഒരു ബിൽഡർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന, KHDC എന്ന് പറയുന്ന സംഘടന. KHDC അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ്, ഫേസ്ബുക്ക് കൂട്ടായ്മ. ഇതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ. അവരങ്ങനെ വന്നിട്ട് 24 ചാനലുമായിട്ടാണ് അവർ കണക്ട് ചെയ്യുന്നത്. ഈ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ വസ്തു ദാനമായിട്ട് ഞാൻ കൊടുക്കുകയും 24 ചാനലിലെ ശ്രീകണ്ഠൻ നായർ സാറാണ് ഈ വസ്തു എഴുതിയെടുക്കാനായിട്ടുള്ള പേയ്മെന്റ്. അപ്പം ഈ ആധാര ചെലവുകളില്ലേ, അതെല്ലാം 24 ചാനലാണ് മുഴുവൻ തുകയും രജിസ്റ്റർ ഓഫീസിലേക്ക് കൊടുക്കേണ്ട പേയ്മെന്റുകളെല്ലാം മുടക്കിയത് 24 ചാനലാണ്. വീട് പൂർണ്ണമായി നിർമ്മിച്ച് നൽകിയത് ഈ KHDC എന്ന് പറയുന്ന സംഘടനയാണ് എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ അറിവ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്. ഫിറോസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുൻകൈയെടുത്ത ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഈ കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്കുള്ള അറിവ്. ഓക്കെ, അപ്പൊ കേട്ടല്ലോ. അപ്പൊ ഈ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട്, ഇതില് സ്ഥലം നൽകുക മാത്രമാണ് ബിഷപ്പ് ചെയ്തിട്ടുള്ളത്. അതും 7 സെന്റ് സ്ഥലം, ഏകദേശം ഒരു സെന്റിന് 4 ലക്ഷം രൂപ വില വരുന്ന സ്ഥലമാണ് 7 സെന്റ് സ്ഥലം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ വീട് വെച്ചിട്ടുള്ളത് ഈ ഫിറോസ് KHDC ഹോം ബിൽഡേഴ്സ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് എന്നും ബിഷപ്പ് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം രജിസ്ട്രേഷൻ ഫീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 24 ന്യൂസ് ചാനലാണ്, അവരാണ് ചെയ്തത്. ഫ്ലവേഴ്സിന്റെ ഗ്രൂപ്പാണ് ചെയ്തത്. അതിനൊക്കെ അവരാണ് സഹായിച്ചതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ആ വീടും സ്ഥലം കൂടി ഒരു 50 ലക്ഷം രൂപ വില വരുന്നുണ്ടെന്ന് ഈ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വില അനുസരിച്ച് ആ വീട് സ്ഥലവും കൂടെ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50 ലക്ഷം രൂപ തീർച്ചയായിട്ടും ലഭിക്കുന്ന, 50 ലക്ഷത്തിന് മുകളിൽ വില മതിക്കുന്ന വസ്തുവും വീടും ഉണ്ട്. ഇപ്പൊ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് രേണുസുതിക്കാണ് ലഭിച്ചത്. ശരിക്കും ആ വീട് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് 24 ചാനലും ഞാനും കൂടെ ചേർന്ന് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് അവരുടെ പേരിലാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മറ്റാർക്കും അതിനകത്ത് അവകാശമില്ല. അതിനകത്ത് പൂർണ്ണ അവകാശം ആ 2 കുഞ്ഞുങ്ങൾക്കാണ്, കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് പൂർണ്ണ അവകാശം. അതിന്റെ ക്രയവിധത്തില് ഓക്കെ, അപ്പൊ ബിഷപ്പ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഈ 2 മക്കളുടെ പേരിലാണ് ഈ വീട് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പൂർണ്ണ അവകാശികൾ ഈ 2 മക്കളാണ്, കൊല്ലം സുധിയുടെ മക്കളാണ്. അതിൽ കൊല്ലം സുധിയുടെ ഭാര്യക്കോ
ഭാര്യ കുടുംബത്തിനോ ആർക്കും അവകാശമില്ല. ഈ മക്കളുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മക്കൾക്ക് സ്വന്തമാണ് ആ വീടും സ്ഥലവും. മക്കളുടെ പേരിൽ മാത്രമാണ് ഇപ്പോൾ അത് എഴുതി വെച്ചിട്ടുള്ളതെന്ന് ബിഷപ്പ് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട് ഈ വീടിന്റെ ചോർച്ചനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് ബിഷപ്പിന് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ബിഷപ്പ് അതിന് മറുപടി പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് കാണാം. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അതായത് ഈ ഇവർ നല്ല മനോഹരമായ ഒരു വീട് അവിടെ പണിത് കൊടുത്തേക്കുന്നത്. കാഴ്ചയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭവനമാണ്. കാരണം ആ വീടിൻ്റെ ആശീർവാദ കർമ്മങ്ങൾക്കായിട്ട് ഈ രേണു സുധിയുടെ പിതാവ് എന്നെ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി ആ വീട് വെഞ്ചരിച്ചു കൊടുത്തു. അങ്ങനെ ആ വീട് ബ്ലെസ് ചെയ്തു. അവരവിടെ സന്തോഷമായിട്ട് ഈ കൊല്ലം സുധിയുടെ ഇളയ കുട്ടിയും രേണു സുധിയുടെ മാതാപിതാക്കളും അവിടെ സകുടുംബം അവർ സന്തോഷമായിട്ട് താമസിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ആ വീട് ചോരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെപ്പറ്റി ചോരുന്നതായിട്ട് എനിക്ക് പുതിയ വീടാണ്. പിന്നെ അവർ പലപ്പോഴും ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ വീടിൻ്റെ സൈഡിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട് എയർ സർക്കുലേഷൻ ചെയ്യാനായിട്ടും. എന്ന് വെച്ചാൽ വീടിനൊരു കൂര പോലെ ആണ് ചെയ്തിരിക്കുന്നത്. പോയി കാണുവാണെങ്കിൽ മനസ്സിലാകും. വളരെ മനോഹരമായ രീതിയിൽ അത് പണിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ പറയും ശീതലടിക്കുക അല്ലെങ്കിൽ ചാറ്റിലടിക്കുക എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ മഴ പെയ്യുമ്പോൾ അവരുടെ ആ നല്ല ശക്തമായ കാറ്റിലും മഴ വരുന്ന സമയത്ത് അവിടേക്ക് വെള്ളം മഴ ലീക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടാകും. അത് ഒരു ഗ്ലാസോ മറ്റു കാര്യങ്ങളോ വെച്ച് അത് കവർ ചെയ്ത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്ത്, കാരണം ഇവര് ബിൽഡേഴ്സ് അത് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എയർ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ അത് ചെയ്തേക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. പക്ഷെ ഓക്കെ, അപ്പോൾ ബിഷപ്പിനും പറയാനുള്ളത് ഫിറോസ് ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ അതേ കാരണം തന്നെയാണ്. കാരണം എയർ സർക്കുലേഷന് വേണ്ടി ഇതിലൊരു ഗ്ലാസ് വെച്ച് ആ ഗ്ലാസിന്റെ ഇടയിലൂടെ ശക്തമായ മഴയും കാറ്റും വരുമ്പോൾ അല്ല ശീതൽ, അത്രയാണ് അവിടെയുള്ള പ്രശ്നം. അതിനൊരു ഷീറ്റോ ഗ്ലാസോ വെച്ച് മറച്ചാൽ ആ പ്രശ്നം തീരും. അതാണ് ഒരു വലിയ പ്രശ്നമായി ഇപ്പൊ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അത് ബിഷപ്പും അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇന്നലെ ഫിറോസ് ഇന്റർവ്യൂവിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നെ ബിഷപ്പ് പറയുന്നുണ്ട് രേണു സുധിനെ ഞാൻ സഹായിക്കില്ല, സ്ഥലം കൊടുത്തിട്ടില്ല, സ്ഥലം കൊടുത്തത് മക്കൾക്കാണ് എന്ന് തീർത്ത് പറയുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണാം നമുക്ക്. ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ലേഡിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. രേണു സുധി എന്ന് പറയുന്ന ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം. അതെ, രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുധിയുടെ ഫാദറിനോ രേണു സുധിയുടെ മദറിനോ രേണു സുധിയുടെ ചേച്ചിക്കോ രേണു സുധിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. രേണു സുധിയുടെ ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഇഷ്ടദാനമായി കൊടുക്കില്ല. ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ആരോഗ്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഞാൻ കൊടുത്തത്, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൻസിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളാണ്. അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത്. ഒരിക്കലും രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ അവരുടെ കുടുംബത്തിനോ പേരൻസിനോ സിസ്റ്റർ ഫാമിലിക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല, ഇനിയോട്ട് കൊടുക്കത്തുമില്ല. അവരെന്നോട് ചോദിച്ചിട്ടുമില്ല. അതുകൂടെ പറയുകയാണ്. അവരെന്നോട് ഒരിക്കലും ഒരു സഹായം ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാൻ ഒട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ തീർത്തും മനസ്സോടെ സ്വമനസ്സാലെ പൂർണ്ണ സമ്മതത്തോടെ വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തതാണ്. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. എന്നെ കൊണ്ട് അത്ര കേട്ടല്ലോ. അപ്പൊ അതാണ് രേണു സുധി എന്നൊരു ലേഡിക്ക് വേണ്ടി സ്ഥലം കൊടുക്കുകയോ വീട് വെക്കാൻ സഹായിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ബിഷപ്പ് തീർത്ത് പറയുന്നുണ്ട്. സുധിയുടെ മക്കൾക്കാണ്, 2 ആൺമക്കളെ പേരിലാണ് സ്ഥലം കൊടുത്തിട്ടുള്ളത്. അതിന് വീട് വെക്കാനും വേണ്ടിയിട്ടാണ് സഹായങ്ങളും അതിനുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടതൊക്കെ മക്കൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ളത് തീർത്ത് ബിഷപ്പ് പറയുന്നുണ്ട്. പിന്നെ ബിഷപ്പ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? അത് അവര് ആരോഗ്യമുള്ളൊരു ലേഡിയാണ്, അവർക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ മക്കളുടെ പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള രീതിയിൽ, അവരുടെ പേരിൽ സ്ഥലം എന്നുള്ള രീതിയിലാണ് കൊടുത്തത് എന്നുള്ളത് തീർത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തല്ലോ, രേണു സുധി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തല്ലോ ഈ വീടിന്റെ ലീക്കിനെ കുറിച്ച്. അപ്പൊ അതിനെക്കുറിച്ച് ബിഷപ്പിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഷപ്പ് പറയുന്നുണ്ട് അത് വളരെ
മോശമായി, ആ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം, വീഡിയോ ഒന്ന് കാണാം. പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് രേണുസുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അംഗീകരിക്കത്തില്ല അത് അവരെന്തുകൊണ്ട് പറഞ്ഞു എന്ന് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു? ഞാനിപ്പം പലരും പറഞ്ഞുള്ള കേൾവിയാണ്, എന്നോട് അവർ സംസാരിക്കാറില്ല. പുള്ളിക്കാരത്തി എന്നോട് 1-2 വട്ടം ആകെ സംസാരിച്ചിട്ടുള്ളൂ. എന്നോട് അങ്ങനെ കാണുമ്പോൾ ഒന്ന് കൈകൂപ്പി കാണിക്കും, ദൂരെ നിന്നാണ് കൈ കാണിച്ച്, അങ്ങനെ പോയെന്ന് 1-2 വട്ടം, അല്ലാതെ അവരങ്ങനെ എന്നോട് സംസാരിക്കാറില്ല. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ബിഷപ്പും പറയുന്നത് തന്നെ, ഈ ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് പറഞ്ഞത് വളരെ മോശമായി, അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ രേണുസുതി ഇനി വരുന്നുണ്ട്, വേറൊരു ഇന്റർവ്യൂവിൽ വരുന്നുണ്ട്, അങ്ങനെ പറഞ്ഞതിന് യാതൊരു തെറ്റും ഇല്ല എന്ന് രേണുസുതി ഇപ്പോഴും വാദിക്കുന്നത് നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം, അതിന്റെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഫിറോസ് ഖാന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഫിറോസ് ഖാൻ പറഞ്ഞല്ലോ, ഇനി ഇങ്ങനൊരു ഈ ട്രസ്റ്റിന്റെ കീഴിൽ ഇങ്ങനെ ഒരു ഭവനം വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഇനി ചെയ്യുന്നില്ല, ഇതോടുകൂടി നിർത്തി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇപ്പൊ ബിഷപ്പും പറയുന്നുണ്ട്, ഇനിയൊരു സഹായം, ഒരു സ്ഥലം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കാൻ സ്ഥലം നൽകി സഹായിക്കുക അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ബോധ്യപ്പെട്ട് 100% അർഹരാണെന്ന് ഞാൻ വീണ്ടും ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ, വേറൊരാളുടെ റെക്കമെൻഡേഷൻ ഞാൻ സ്വീകരിക്കൂല എന്ന് തീർത്ത് ബിഷപ്പ് പറയുന്നുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ അത് ശരിക്കും അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അർഹതപ്പെട്ട നിർധനരുടെ കരങ്ങളിൽ എത്തി ലോകത്തിൽ നിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അർഹതപ്പെട്ട നിർധനർ, ആ വാക്ക് തന്നെയാണ് എനിക്ക് പറയാറുള്ളത്. അങ്ങനെയുള്ളവരുടെ കരങ്ങളിലെത്തി ഞാൻ ഈ ലോകം വിട്ടു പോകണം. പക്ഷേ എനിക്ക് 100% ഇനി തോന്നണം, അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ എനിക്കത് തോന്നുമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കത്തില്ല. അതെന്തുകൊണ്ടാണ് ഇപ്പം മനസ്സിലായല്ലോ. ഞാനൊരു റെക്കമെൻഡേഷന്റെ പേരിൽ പോയതിന്റെ തിക്തഫലങ്ങൾ എനിക്ക് ഒരുപാട് കേട്ടു. എനിക്ക് പൂർണ്ണമായിട്ട് തോന്നണം ഇന്ന കാര്യം ചെയ്താൽ അത് നല്ല അനുഗ്രഹമാണ്, നമുക്കതുകൊണ്ടൊരു പുണ്യം, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ. ഈ ലോകം വിട്ടു പോയി കഴിയുമ്പോൾ നമുക്കൊരു മോക്ഷമുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു നന്മ ചെയ്യുന്നത്, എനിക്ക് ഈ ഭൂമിയിൽ ആരുടെയും നന്മ എന്നെപ്പറ്റി ഈ ഭൂമിയിലുള്ള ഒരാളും പറയണ്ട, ഓ ബിഷപ്പ് നല്ല ആളെ, എനിക്കത് പറയണ്ട. ഓക്കെ, അപ്പൊ ബിഷപ്പും പറയുന്നത് ഇതാണ്, ഇനി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് 100% അർഹരാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട് കാര്യങ്ങൾക്ക് ഇനി ഒരു സഹായം ചെയ്യുള്ളൂ, വേറൊരാളുടെ റെക്കമെൻഡേഷൻ സ്വീകരിക്കുന്നതല്ല. വേറൊരാളുടെ റെക്കമെൻഡേഷൻ സ്വീകരിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതിപ്പോൾ ഇന്നലെ ഫിറോസ് പറഞ്ഞതും അതന്നെയാണ്, ഒരു സഹായം ചെയ്തതാണല്ലോ, അതിനാണല്ലോ ഇപ്പോൾ ഇത്രയും കംപ്ലൈന്റുകളും സോഷ്യൽ മീഡിയയിലും ഇതിലും അവരുടെ ബിസിനസ്സിനെ ബാധിച്ചു, അതൊക്കെ അവർ കേൾക്കേണ്ടി വന്നത് ഈ ഒരു കാരണം കൊണ്ടാണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് കാണാൻ പോകുന്നത്, ഇനി ഇന്നലെ ഫിറോസ്ക പറഞ്ഞ കാര്യങ്ങൾക്കും ഇന്ന് ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾക്കും ഒക്കെ വേറൊരു ചാനലിൽ അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് രേണുസുതി. അപ്പൊ അത് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പൊ ഇനിയാണ് കോമഡി കേട്ടോ. ഇനി രേണുസുതിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത്ര ഹൈപ്പിലെത്തിയത്, ഈ ഹൈപ്പിലെത്തിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി ഒന്ന് കേൾക്കാം. എനിക്ക് സത്യം പറഞ്ഞ ഈ മാറ്റം, നമ്മളിപ്പം ചില ആളുകൾ ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട്, അതായത് ഹൈപ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് മിക്ക ആളുകളും. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഒഴുക്കിപ്പെട്ട് കയറി വന്ന ഒരാളാണ് ഞാൻ. അപ്രത്യക്ഷമാണ്, പക്ഷെ അപ്രതീക്ഷിതമാണ്. അപ്രതീക്ഷിതമാണ്, ഒരു ഒഴുക്കിൽപ്പെട്ട് അങ്ങോട്ട് വൈറലായതാണ്. അല്ലാതെ നമ്മുടെ കോഴിക്കോട് ദാസന്റെ കൂടെ ആ ഒരു വീഡിയോ ചെയ്ത് വൈറലായ ആളല്ല, അത് വൈറലാവണം എന്ന് കരുതി ചെയ്തതുമല്ല. ഓക്കെ, അപ്പോൾ വെറുതെ ഒരു ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ ഒരു ഹൈപ്പിൽ വന്ന ആളാണ് പാവം. പിന്നെ സിനിമയിൽ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സിനിമയിലാണ് അഭിനയിക്കാൻ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി ഒന്ന് കാണട്ടോ. അങ്ങനെയൊന്നുമില്ല, എന്തും ചെയ്യും എന്ന്, അതായത് എന്തും ചെയ്യുന്ന നമുക്ക് കംഫർട്ടബിൾ ആണോ നമ്മൾ ചെയ്യും. ഡയറക്ടർ പറയുന്ന വേഷം നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യും. നമുക്ക് ഇന്ന മൂവി അല്ലെങ്കിൽ വലിയ മൂവി അങ്ങനൊന്നും ഇല്ല, അല്ലെങ്കിൽ ആൽബം, ഷോർട്ട് മൂവി അല്ലെങ്കിൽ വലിയ മൂവി, അങ്ങനെ എല്ലാം ഒരേപോലെ.
സോ അങ്ങനെ ഒരു തന്നൊരു ഓഫറിനെ അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് നല്ല നായകന്റെ കൂടെ അഭിനയിക്കണ്ടേ? മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, അവരുടെയൊക്കെ നായികയായിട്ട് അഭിനയിക്കുക, അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെ ആവും. ഉള്ളിൽ ആഗ്രഹം അങ്ങനെ ആവും കേട്ടോ. പുറത്തിങ്ങനെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ആഗ്രഹം അതാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മളെ വീടിന്റെ വിഷയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ചോദിക്കുമ്പോ അതിന് മറുപടി എന്താ പറയണെന്ന് കാണട്ടോ. അങ്ങനെ തന്നു കിട്ടിയ ഓഫറിനെ ഡിമാൻഡ് കാണിക്കാത്ത രേണുസുതി എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്ര അധികം പരാതികളായിട്ട് വരാൻ ഞാൻ കാരണം? ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നമ്മൾ അവിടെ താമസിക്കുന്നത് തന്നെ മൂത്ത മോൻ അവിടെ നിൽക്കുന്നില്ല, അവൻ പഠിക്കാൻ പോയേക്കുവാണ്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നതന്നെ ആ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം, അതിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചതാ പറഞ്ഞ മനസ്സിലായില്ല, എന്താണ് പറഞ്ഞു? 5 വയസ്സുള്ള കുട്ടിനെ നോക്കേണ്ടത് ആള് സ്വന്തം മാതാവ് തന്നെയല്ലേ? അതിലെന്താ സംശയം? അതിനു വേണ്ടിയാണ് അവിടെ നിൽക്കുന്നതെന്ന് പറയില്ല, എന്താണ് അർത്ഥം മനസ്സിലാവുന്നില്ല. മക്കൾക്ക് വേണ്ടി തന്ന വീട് തന്നെയാണ്. അതിപ്പോ രേണുസുതി എന്ന ആളെ പേരിൽ എഴുതി തരേണ്ടിയിരുന്നു എന്നാണോ അപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ പിന്നെ അതുപോലെ നമ്മളെ ചോർച്ചേനെ കുറിച്ച് ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ, ഒരു വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സത്യസന്ധതയായിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. അത് ആ വീഡിയോ ഒന്ന് കാണാം. വീടിന്റെ കള്ളത്തരമൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്നവർക്ക് ഇവർക്ക് ഭയങ്കര ജാടയും, പക്ഷെ എന്നോട് ഒറ്റ തവണ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും. കാരണം മനസ്സിലൊന്നും നിൽക്കൂല. ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് ജാട കാണിക്കാൻ ഇയാൾ ആരാണ്? ചില ആൾക്കാർ ഒറ്റ നോട്ടത്തിൽ കണ്ട ജാടയാണെന്ന് കരുതും. ജാട കാണിക്കാൻ ഇയാൾ ആരാണ്? സ്വന്തമായിട്ട് ആരോ ആയി എന്നുള്ളൊരു വിചാരം ഉണ്ടോ മനസ്സിൽ? അതുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക, അല്ലാതെ പുറത്ത് കാണിക്കണ്ട. ജാടയാണ് പുറത്ത് പറയുന്ന ഒരാള് ഞാൻ മനസ്സിലൊന്നും തോന്നുന്നു വിട്ടു പറഞ്ഞു. എന്തും ആകട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ. വീട് ചോരുന്നുണ്ട് രേണുസുതി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ, ഇതാണ് പറഞ്ഞത്. അല്ല ശരിക്കും വീട് ചോരുന്നുണ്ടോ രേണു എന്ന് ചോദിക്കുമ്പോ ഇത് എങ്ങനെ കിട്ടിയ വീടാണ്, എന്താണ് ഇതിന്റെ കഥകൾ എല്ലാം അറിയുന്ന ആളാണല്ലോ. അപ്പൊ അത് മറുപടി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പറയേണ്ടത്. ഒരു പബ്ലിക് എത്തിപ്പോ ഇത്രയും പ്രശ്നമായി കഴിഞ്ഞത് ഈ ഒരു മറുപടി കൊണ്ടാണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ചാനലുകാരനോ അല്ലെങ്കിൽ ഒരു ബ്ലോഗറോ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു മറുപടി കൊടുക്കേണ്ട വിഷയമല്ലല്ലോ ഇത്. ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കിയ ഒരു സ്ഥലവും വീടും തന്നത്, അതിനെക്കുറിച്ച് ഒരാൾ ചോദിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ മറുപടി പറയേണ്ടത്. അപ്പൊ അത് ആരോടും എങ്ങനെയും എല്ലാം തുറന്നു പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ അതിന് മറുപടി കൊടുക്കേണ്ടത്? അതും സില്ലിയായിട്ടാണ് പറയുന്നത്. ഇനിയാണ് അഹങ്കാരത്തിന്റെ വാക്കുകൾ. ഓക്കെ, അപ്പോൾ വീട് പൂട്ടി താക്കോല് ആർക്കാണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് താമസിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയും ആൾക്കാർ പറയാനുള്ള കാരണം ഉണ്ടാക്കി വെച്ചതാരാ? വെറുതെ കടന്ന് പറയല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ കടന്ന് അതും ഇതും പറഞ്ഞ് അതിന്റെ പേരിലാണല്ലോ ഈ ആൾക്കാർ കുറ്റം പറയുന്നതും അല്ലാതെ വെറുതെ പറയുന്നതല്ലല്ലോ. അപ്പൊ ഇനി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വീട് പൂട്ടി താക്കോൽ ആർക്കാണോ കൊടുത്തിട്ട് ഒരു വാടകയ്ക്ക് പോയാലോ എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ. അല്ല ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല. കിച്ചുവും മൃദുലും എനിക്ക് ഒരുപോലാണ്. കിച്ചു വലിയ കുട്ടിയാണ്, മറ്റേ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. അപ്പൊ ഈ കുറ്റം പറയുന്നതെല്ലാം ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കുന്നു എന്നാണ് കുറ്റം പറയുന്നത് മുഴുവനും. അപ്പൊ ഒരു കാര്യം ഞാൻ ഓർത്ത് നമുക്കെന്നാ വീട് പൂട്ടി ആർക്കാണോ താക്കോൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേറെ വാടകയ്ക്ക് പോകാം. അല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ? അങ്ങനെ വീട് പൂട്ടി താക്കോല് തിരിച്ചേൽപ്പിച്ച് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അത് സുധിച്ചേട്ടന്റെ 2 മക്കൾക്ക് അവകാശപ്പെട്ട വീടാണ്, അവരുടെ പേരിൽ എഴുതി കൊടുത്ത വീടാണ്. അപ്പൊ അതവർക്ക് അവകാശപ്പെട്ട വീടാണ്. അപ്പൊ അങ്ങനെ മാറി താമസിക്കണം, വാടകയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, മാറി താമസിക്കാം. പിന്നെ കുട്ടികളുടെ നോക്കണത് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം കുഞ്ഞ് തന്നെയല്ലേ. 5 വയസ്സായ കുഞ്ഞിനെ മറ്റാരെങ്കിലും നോക്കട്ടെ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. അത് സ്വന്തം കുഞ്ഞല്ലേ. സ്വന്തം കുഞ്ഞിനെ നോക്കേണ്ടത് അമ്മമാരെ കടമ തന്നെയാണ്. അത് ഇത്ര എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല.
ഓക്കെ, പിന്നെ അതേപോലെ ഈ വീടിന്റെ ബാക്കി ആ വർക്ക് ഏരിയന്റെ കാര്യം നമ്മൾ ഇന്നലെ ഫിറോസ് ഖാന്റെ വീഡിയോയിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അവരോട് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിനെന്താണ് മറുപടി പറയുന്നത് ഒന്ന് കാണാം. ഇത് അവരോട് ആവശ്യപ്പെടുന്നത് ശരിക്കും തെറ്റായ അവരോട് കാര്യമല്ലേ? ആവശ്യപ്പെട്ടതല്ല. ഇതിപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ, പക്ഷെ ഞാൻ അറിഞ്ഞു. ഇതിപ്പം ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. പപ്പ പറഞ്ഞു. അല്ലാതെ അവര് ചെയ്യണോന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങളാരും. പക്ഷെ ആള് അമരക്കാരനായിട്ടുള്ള ആള് ഫിറോസ്ക്ക് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞാല് ഇത് ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യപ്പെട്ടതിന്റെ നമ്മൾ ചെയ്യണോന്നാണ് വോയിസ് പറഞ്ഞത്. ക്ലിപ്പ് വരെ എന്റെ കയ്യിലുണ്ട്. തെളിവായിട്ട് അതായത് വർക്ക് ഏരിയ വേണം, അതില്ലാത്ത പക്ഷം ചെയ്തില്ല എന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിടും. നിങ്ങളത് ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കുമെന്നുള്ള രീതിയിലേക്കാണ് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഇടയ്ക്ക് ഓക്കെ, അപ്പൊ ഈ വർക്ക് ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ആരോടും വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. രേണുസുതി പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടില്ല എന്നാ പറയുന്നത്. രേണുസുതി അല്ല പറഞ്ഞത്, രേണുസുതിയുടെ പപ്പയാണ് പപ്പ. അത് പറയുന്നുണ്ട്. അവരുടെ അച്ഛനോ ആരോ ആണ് വിളിച്ചത് എന്നുള്ളത്. വിളിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ, അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയും എന്നുള്ളതൊക്കെ പറഞ്ഞത് പപ്പ വിളിച്ചപ്പോഴാണ്. ഈ പപ്പയാണ്. അപ്പൊ രേണുസുതി അല്ല. അപ്പൊ രേണുസുതി ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം അതാണ്. അച്ഛനെ കൊണ്ടാണ് വിളിപ്പിച്ചത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഞങ്ങള് കഴിയുന്ന സമയത്ത് ഞങ്ങള് സ്വന്തമായിട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ പുറത്തറിയുന്നത്? ഈ ഫിറോസ് ഖാനെ വിളിച്ചറിയിച്ചിട്ടാണല്ലോ ഫിറോസ് ഖാൻ പറഞ്ഞത്. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു വർക്ക് ഏരിയ വേണം, പുറത്തടുപ്പ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കിപ്പോൾ ഫണ്ടില്ല, ഇപ്പൊ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ തിരിച്ച് അതിനൊരു മറുപടി കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ സംഘടന വിളിക്കും, അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനെ ബാധിക്കും എന്നുള്ളതൊരു ഭീഷണി സ്വരത്തിൽ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ രേണുസുതി പറയുന്നത് ഞങ്ങൾക്ക് പൈസ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ് ഫിറോസ് ഖാന്റെ കയ്യിലെത്തുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മിണ്ടാതിരുന്നിട്ട് അതിന്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ പോരെ? നിങ്ങളെ കയ്യിൽ പൈസ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ പോരെ? ഓക്കെ. പിന്നെ അതുപോലെ ഉണ്ടായിരുന്ന വേറൊരു ഫിറോസ് ഖാന്റെ വീഡിയോയിൽ പറഞ്ഞൊരിതാണ് ക്ലോക്ക് വീണതും മോട്ടോർ കംപ്ലൈന്റ് ആയതും. അതിൽ ഈ ക്ലോക്ക് വീണത് കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്ലോക്ക് അല്ല, എന്താണ് ഫാനോ അങ്ങനെ എന്താണെന്ന് പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം. ഇന്ന് ക്ലോക്ക് വീണു, തകർന്നു, അത് മാറ്റി തരണം. അതുപോലെ ബൾബ് മാറ്റി തരണം. ശരിക്കും ഇത് മാറ്റി തരണം എന്ന് ആവശ്യപ്പെടാറുണ്ടോ? ശരിക്കും ഇപ്പോ ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല ഇവരുമായിട്ട്. ഈ ഫാദർ കോണ്ടാക്ട് ചെയ്യുന്നത് പപ്പ സംസാരിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത്? ഇല്ല, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ താമസിക്കുന്ന നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല. ആകുമ്പോൾ നമ്മൾ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രത്തോളം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്ത് സാധനങ്ങൾ മാറുന്നു? ഇല്ല, ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല. എനിക്ക് നല്ല ഉറപ്പാണ്, 100% ഉറപ്പാണ് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. കാരണം ആൾ ആവശ്യപ്പെട്ടിട്ടില്ല, പപ്പയാണ് ആവശ്യപ്പെട്ടത്. പപ്പനോട് കാര്യങ്ങൾ പറഞ്ഞു, പപ്പയാണ് വിളിക്കുന്നത്. ഓക്കെ, ഞങ്ങളെ കയ്യിൽ പൈസ ഒന്നും വന്നിട്ടില്ലല്ലോ. പൈസ വരുമ്പോഴല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അച്ഛനെ കൊണ്ട് ചോദിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാര്യം ബോധ്യമായി. കാരണം ഫിറോസ്ഖാൻ പറയുന്നുണ്ട് ഇതിങ്ങനെ വിളിക്കുന്നുണ്ട്, ബൾബ് പോയി, മറ്റത് പോയി, മറിച്ചത് പോയി. അതിന് പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പൈസ വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന് പൈസ വരുമ്പോൾ നിങ്ങൾ ചെയ്യാം. അല്ലാതെ ഇതിനൊക്കെ ഇവരെ വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്തലല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഈ അച്ഛൻ വിളിക്കുന്നുണ്ടോ ഇല്ലെന്ന് ചോദിക്കുന്നത് അത് അറിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ വിളിച്ചിട്ടില്ല എന്നുള്ളതിന് എന്താണ് തെളിവ്? അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ, വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഫിറോസ്ഖാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ആ വീഡിയോയിൽ പറഞ്ഞതിന് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരാളെന്താ ചിന്തിക്കുക? ഇപ്പൊ ഇത്രയും വിവാദമായ സ്ഥിതിക്കോ എൻ്റെ അറിയാതെ വന്നു പോയതാണ് അങ്ങനെ ഒരു വാക്ക്, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. ഇത്രയും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വീട് എനിക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ അതിനൊരു ചെറിയൊരു ചീത്തലടിക്കുമ്പോൾ ഒരു ചോർച്ച വരും എന്നതിന് ഞാൻ അതൊരു കംപ്ലൈന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് മോശമായി എന്ന് പറയേണ്ട സ്ഥാനത്ത് ആള് പറയുന്ന മറുപടി അത് മോശമായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ അഹങ്കാരം മനസ്സിലാക്കാം. നമുക്ക് അതിൽ പറയുന്നതും കേൾക്കട്ടോ. എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല. ഞാനുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ശരി, ആ വെള്ളം വീഴുന്നുണ്ട്.
പറഞ്ഞ സത്യമാണ്. അപ്പൊ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട് ശരിക്കും? എനിക്ക് അങ്ങനെയില്ല. ഇല്ല. കാരണം ചോരുന്നുണ്ടെന്ന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചോരുന്നുണ്ട്, മഴ പെയ്തപ്പോ വെള്ളം ചാറ്റൽ അടിക്കുന്നുണ്ട് ഇത് പറഞ്ഞു. സത്യമാണ്. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ ആള് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, അറിയാതെ പറഞ്ഞതല്ല, അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് തന്നെയാണ്. സംഭവം ഉള്ളത് സത്യമാണ്. ചോർച്ച ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ അതിന് ആളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ ആളുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ പിന്നെ ചോദിക്കുന്നുണ്ട്, ഈ രേണുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഫിറോസ്ക്ക് എങ്ങനെ പറഞ്ഞു ഇനി ഇതോടുകൂടി ഇങ്ങനെ ഈ പരിപാടി നിർത്തുകയാണ്, ഇനി ചെയ്യുന്നില്ല, ഈ ഒരു കാരണം കൊണ്ട് ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ളൊരു മറുപടി അതും കൂടി കേൾക്കാം നമുക്ക്. ആൾ തന്നെ പറഞ്ഞൊരു അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ പ്രവാസിയായിരുന്നു, ഞാൻ ഇവിടെ ഒന്ന് ഏകദേശം 5ാമത്തെ വീടാണ് ചെയ്യുന്നത്, പക്ഷേ ഈ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടും. ഞാൻ പറയട്ടെ, 24കാരാണ് വീട് തരാമെന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇവരാണ് KHDC, ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല. KHDC ഫിറോസക്ക തന്നെയാണ് 24 ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത്. ഞങ്ങളുമായിട്ടല്ല കോണ്ടാക്ട് ചെയ്തവര്. അല്ലെ, അതിനെന്താ, ഫ്ലവേഴ്സ് ആണ് തരുന്നത്, KHDC ആണോ തന്നത്? ആര് തന്നാലും നിങ്ങൾക്കൊരു വീട് കിട്ടിയില്ലേ, അതിനുള്ള നന്ദിയല്ലേ കാണിക്കേണ്ടത്? അത് ഫ്ലവേഴ്സിനോടായാലും KHDCനോടായാലും ആരോടായാലും അതിനുള്ള നന്ദിയല്ലേ കാണിക്കേണ്ടത്? അത് ആര് തന്നോ, അത് ഫ്ലവേഴ്സിനോട് ഇവര് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തോളാന്ന് പറഞ്ഞത്, അതിന് അവരോട് കടപ്പാടല്ലേ കാണിക്കേണ്ടത്? അതെന്ത് സംസാരമാണെന്ന് മനസ്സിലാകുന്നില്ല. ഫ്ലവേഴ്സ് തരാന്ന് പറഞ്ഞ വീടായിരുന്നു, അപ്പൊ KHDC ആണ് ഫ്ലവേഴ്സിനോട് പറഞ്ഞത് ഞങ്ങൾ വെച്ചു കൊടുത്തോളാം. അതെന്തുകൊണ്ടാണ്? അത് അവർക്ക് ഇത് വെച്ചു കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടായത് കൊണ്ട് അവർ വെച്ച് തന്നു, അതും അത്രയും സൗകര്യത്തിൽ അവർ ചെയ്തു തന്നു. അപ്പൊ അവരോട് കടപ്പാടല്ലേ വേണ്ടത്? പിന്നെ അടുത്തത് കേൾക്കട്ടെ, അടുത്തൊരു വിവാദം, ഈ ഫിറോസ്ക്കാക്കെതിരെ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു വഴി കാണാം നമുക്ക്. അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ വീഡിയോ ഒന്ന് കാണാം. പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ, ഇത് പപ്പയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞു എന്നാണ് പറയാതെ ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ? അതെന്താ നിങ്ങൾ അതൊന്നും, അതാ ഞാൻ പറഞ്ഞത്, ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഫിറോസക്ക പറഞ്ഞെന്നാണ് ഒരാൾ എന്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ചു നിരത്തുമെന്ന് പറഞ്ഞു. അതൊന്നും നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം കേട്ടോണ്ടിരിക്കും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ഇത് പറയും, എന്റെ പപ്പ അത് പുറത്ത് പറയും. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ ആൾക്കൊന്നും അറിയില്ല, ഇങ്ങനെ വീട് ഇടിച്ചു പൊളിക്കും, ബുൾഡോസർ കൊണ്ടുവന്ന് വീട് ഇടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ആര് പറഞ്ഞു എന്ന് ആളില്ല. പപ്പയോട് വേറൊരാള് ഫിറോസ്ക പറഞ്ഞു എന്ന് പറഞ്ഞ് പപ്പയോട് പറഞ്ഞു. പപ്പയോട് നേരിട്ടല്ല പറഞ്ഞത്, വേറൊരാള് പപ്പയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതെന്താണ് ഈ വിവാദങ്ങൾ വരുന്ന ഓരോ വഴി? ഒരു വീട് വെച്ച് കൊടുത്തതിന് അവർക്ക് കിട്ടേണ്ടതെല്ലാം തികച്ചും കിട്ടി. ഈ ഫിറോസ്കാക്കും ഈ KHDC എന്ന് പറഞ്ഞ ഈ ട്രസ്റ്റിനും കിട്ടേണ്ടതെല്ലാം തികച്ചു കിട്ടി. ഇപ്പൊ അവരെ നേരെ വിവാദമായിട്ട് തിരിയാണ്. എന്തായാലും കൊള്ളാം. ഓക്കെ, അപ്പോ ഇനി ഈ വീഡിയോന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് നമ്മളെ സുധിച്ചേട്ടന് കിട്ടിയ ട്രോഫികളൊക്കെ ഒരു ചാക്കിൽ കെട്ടി കട്ടിലിന്റെ ചോട്ടിൽ വെച്ചതിന്റെ ഒരിതുണ്ട്. അതിന് പല ഇന്റർവ്യൂവിലും അതിന് പല ന്യായങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് രേണുസുധിയുടെ വ്ളോഗിൽ കാണിച്ച ഒരു വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, അത് കണ്ടിട്ട് വരാം. ാണ് എന്റെ അലമാരിൽ. പിന്നെ ഇത് ഫോട്ടോയാണ്, ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെയാണ്. ഇത് നമുക്ക് ഇവിടെ ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. എന്താ ജിപ്സം പ്ലാസ്റ്ററോ എന്തോ ഇതിന്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത്. എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന പിക്കാണ് ഇത്. ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല, കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും. പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ. സോ ഇതെന്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത്. സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ്. മിസ് ചേട്ടാ, മിസ് യു ഇവിടെ വെക്കുക. ഓക്കെ, അപ്പൊ ആ ഫോട്ടോ എടുത്ത സ്ഥലം, അത് തിരിച്ചു വെച്ച സ്ഥലം കണ്ടല്ലോ. അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്, സുധിച്ചേട്ടന്റെ ഫോട്ടോ ആണ്, ഫേവറേറ്റ് ഫോട്ടോ ആണ്. അത് വെക്കാനുള്ള സ്ഥലമല്ല, അൽമറന്റെ മുകളിൽ പൊടിയും പിടിച്ച് അതിന്റെ മുകളിൽ നിന്നാണ് എടുത്തതും അവിടെയാണ് തിരിച്ചു വെച്ചതും. ഓക്കെ, അപ്പൊ ഇനി സുധിച്ചേട്ടന്റെ വലിയ മോൻ കിച്ചുവിന്റെ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. കുട്ടികൾ ഇങ്ങനെ ഓരോ ഈ കിച്ചു ഇവരുടെ വീട്ടിലേക്ക് വന്ന്
കുറേ ദിവസങ്ങൾക്ക് ശേഷം വരികയാണെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ചെറിയ കുട്ടി കിച്ചുവിന് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അച്ഛൻ്റെ ട്രോഫികളുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കാണുന്ന സ്ഥലം ഒന്ന് കാണാം നമുക്ക്. ഓക്കെ, എന്തോ നീ തപ്പുന്ന ട്രോഫി കാണിക്കട്ടെ. ആരുടെ അച്ഛന്റെ എന്തോ ട്രോഫി? പാട്ട് പാടിയ പാട്ട് പാടിയ ട്രോഫി? കുറെ ട്രോഫികൾ, 10,000 ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? അതെ. ഓക്കെ, കണ്ടല്ലോ. അപ്പൊ സുധിച്ചേട്ടന് അത്രയും വലിയ ആ കലാകാരന് കിട്ടിയ കുറെ ട്രോഫികളാണ് ആ കട്ടിലിന്റെ ചോട്ടിൽ. എത്രയും ഇപ്പൊ മുമ്പത്തെ വീഡിയോയിൽ കണ്ടല്ലോ, ഫേവറേറ്റ് ആണ്, ഫോട്ടോസും അതും ഇതും സുധിച്ചേട്ടന്റെ ഓർമ്മകളാണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ മുകളിൽ എടുത്തു വെച്ച ഫോട്ടോ. അതേപോലെ സുധിച്ചേട്ടന് കിട്ടിയ ട്രോഫികളും കാര്യങ്ങളൊക്കെ കട്ടിലിന്റെ ചോട്ടിലൊരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി രേണു സുധിക്ക് ഈ ഒരു 5-6 മാസം കൊണ്ട് കിട്ടിയ ട്രോഫികളൊക്കെ എവിടെ കിടക്കുന്നു കാണാം. ഓക്കെ, ബോർഡിൽ നിറച്ച് ട്രോഫികളുണ്ട്. ഓഹോ, എന്റെ അമ്മേന്റെ ട്രോഫി കാണിച്ചത്. ആ ആ 1, 2, 3, 4, 5. ഓഹോ. അല്ല, അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോ കിടന്നിട്ട് നാളെ പോയാ മതി. ഓക്കെ, ഡൺ. ശരിക്കും വൈകിട്ട് വരണേ. ആ ഒരു ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ. ഓക്കെ. അപ്പൊ കണ്ടല്ലോ, കുട്ടി തന്നെ കാണിച്ചു കൊടുക്കുകയാണ്, കിച്ചുവിന് കാണിച്ചു കൊടുക്കുകയാണ്. അമ്മയുടെ ട്രോഫി കാണാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് നല്ല വൃത്തിയായിട്ട് മേശമ്മ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കിച്ചു അവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കുട്ടികൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ കുട്ടികളുടെ സന്തോഷം, അവരുടെ സമാധാനം എല്ലാ കാലത്തും ഇതേപോലെ ഉണ്ടാവട്ടെ. അവരുടെ ഈ സ്നേഹം എല്ലാ കാലത്തും ഒരേപോലെ ഉണ്ടാവട്ടെ. പിന്നെ അവർക്ക് സന്തോഷമായിട്ട് സ്വന്തമായിട്ട് കിട്ടിയ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതാം. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.